ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അളിയൻസ് ആൻഡ് നാട്ടൂൺസ്. അപ്പോൾ ഇന്ന് ചെറിയൊരു സ്കിൻ കെയർ റുട്ടീൻ, നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാന്ന് കരുതിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഇതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അപ്പോൾ കുറച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ആരും തന്നിട്ടില്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നല്ലതാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്കിൻ കെയർ എന്നുള്ളത് കൊണ്ട് നമ്മള് ഒരുപാട് വെളുക്കാൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഒന്ന് നമ്മുടെ സ്കിന്നൊന്ന് എല്ലാം, അതായത് കളർ ടോണൊക്കെ ഒന്ന് ലെവലാക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എനർജി അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ നമ്മുടെ ഫേസിന് കൊണ്ടുവരിക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. അല്ലാതെ നമ്മളൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് വെളുക്കും അങ്ങനെയൊന്നും കരുതിയിട്ട് ആരും വീഡിയോ കാണണ്ട. കാരണം അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുക. അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ്, അതുപോലെ മുഖത്ത് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആയി നമ്മുടെ ഫേസ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് കേട്ടോ. ഡെർമഡോക്കിന്റെ ആണ് ഞാനിപ്പോൾ റീസെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഈ സ്കിൻ കെയർ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നും കൂടി തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഞാനൊരു എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞപ്പോൾ, ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. കാരണം ഈ ഡിപ്രഷൻ സ്റ്റേജ് കൂടെ ഒക്കെ കുറച്ച് കടന്നുപോയി. കോമൺ, എല്ലാ സ്ത്രീകളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഒന്നിനും ടൈം ഇല്ലാത്തൊരവസ്ഥ. കാരണം നമ്മുടെ നോർമൽ ലൈഫിൽ നിന്ന് നമ്മളൊന്ന് ചേഞ്ച് ആയപ്പോൾ നമുക്കൊരു ബേബി കൂടി ഉണ്ട്. നമ്മുടെ കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കുട്ടിക്ക് കൊടുക്കണം. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമുക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മളെ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഒന്ന് സ്കിൻ കെയർ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ മാത്രം കെയർ ചെയ്താൽ പോലെ നമ്മളെ കെയർ ചെയ്യണം ആദ്യം. നമ്മളെ കെയർ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കെയർ ചെയ്യണം ആദ്യം. എന്നിട്ട് അങ്ങനെ നമ്മൾ ഒന്ന് നന്നായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും അടിപൊളിയായിട്ട് കെയർ ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയായിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഗ്ലോ കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ലൊരു ഇത് വേണം, നല്ല കളർ വെക്കണം, അങ്ങനെ ഒരു മൈൻഡോട് കൂടി അല്ലാതെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കും. അപ്പൊ തന്നെ നമ്മളൊന്ന് മെന്റലി കാം ആവും. അപ്പോൾ നമുക്ക് കിടക്കാം അല്ലെ. ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ സൂചിപ്പിച്ച് ഡെർമഡോക്കിന്റെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഫേസ് വാഷ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ ഡെർമഡോക്കിന്റെ തന്നെ 2% സാലിസിലിക് ആസിഡിന്റെ ഫേസ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഫേസ് വാഷ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു 1 ഡ്രോപ്പ് തന്നെ മതി, ധാരാളം. നന്നായിട്ട് പതയിട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പൊ നമുക്കിത് ഫേസിലാക്കി ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിലും അതുപോലെ എന്ത് ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മളൊരു സർക്കുലർ മോഷനില്, കൂടുതലായിട്ട് നമ്മളിങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ടൊരു റീഫ്രഷിങ് ഒക്കെ തോന്നും. നല്ല സൂപ്പർ സാധനമാണ്. ഞാനിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞാൻ അങ്ങനെ ഒന്നിന്റെ ഫാൻ ആവാറില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്ത് പിന്നെ നന്നായിട്ടൊന്ന്
ഒപ്പിയെടുത്തിട്ട് ഇനി അടുത്തത് നമ്മുടെ ഫേസ് സിറം ആണ് കേട്ടോ. ഇത് ഡെംഡോക്കിന്റെ തന്നെയാണ് പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു 3-4 ഡോട്ട്സ് മതിയാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഫേസിലേക്ക് ഇതാക്കി കൊടുത്താൽ മതി. ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവുന്നത് വരെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളട്ടോ. നമുക്ക് നല്ലൊരു സുഖമാണ് ഇത് ചെയ്യുമ്പോൾ. ഇനി ഇത് ചെയ്തതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് നൈറ്റ് ക്രീം ആണ് കേട്ടോ. ഇതും ഡെംഡോക്കിന്റെ തന്നെയാണ്. 2% കോജിക് ആസിഡ് കേട്ടോ. ഗ്ലോ ഫ്യൂഷൻ ഫോർമുല നൈറ്റ് ക്രീം നേരത്തെ അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വളരെ കുറച്ച് മതി. നല്ലൊരു മെഡിറ്റേറ്റഡ് സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലാണ്. നല്ല സൂപ്പർ സാധനം, എനിക്കിഷ്ടായി. ഇത് നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിലേക്ക്. ഇത് ഇട്ടാൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു ഫേസ് നല്ല മോയ്സ്ചർ ആയ പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. തോന്നല്ല, നന്നായിട്ട് മോയ്സ്ചർ ആവുന്നുണ്ട്. നല്ല അടിപൊളി നൈറ്റ് ക്രീമാണ്. ഇനി അടുത്തത് ഒരു എന്നെ പോലുള്ളവർക്കൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ. കാരണം എൻ്റെ ഈ നെക്കിന്റെ അവിടെ, അതുപോലെ തന്നെ ഈ കൈവിരല്, മുട്ട് അവിടെയൊക്കെ കുറച്ച് ഡാർക്ക് സ്പോട്ട് കൂടുതലുള്ള ഏരിയ കേട്ടോ, അണ്ടർ ആം. ഓക്കെ, അപ്പൊ അതിന് പറ്റിയൊരു സൂപ്പർ സാധനമാണ്. എനിക്ക് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പിഗ്മെന്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഴുത്തിന് പുറകിലുള്ള കറുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിന്റ്സിലൊക്കെ കൂടുതലായിട്ട് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കുറച്ച് കൂടുതലാവാൻ തുടങ്ങിയത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ. ഞാൻ എന്തെന്നെ ചെയ്തിട്ടും അതെനിക്ക് കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് യൂസ് ചെയ്തൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറെയൊക്കെ 2-3 ആഴ്ച ആയി ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ഒരു ചെറിയൊരു ക്യാപ്പ് പോലെയാണ്. നമ്മളത് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്പ്രേ ആണ്. കണ്ടോ, സ്പ്രേ ആണ്. അപ്പൊ നമ്മുടെ എവിടെയാണോ ഡാർക്ക് സ്പോട്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കൂടുതലുള്ളത് അവിടെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിതൊരു സ്കിന്ന് നല്ല ഫെയർ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്നായി വെളുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമല്ല. നമ്മളെ ഒന്ന് കെയർ ചെയ്യുക, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. എന്നാലല്ലേ നമുക്ക് വേറെ ഉള്ളവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്